കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 15, 26 മുതൽ 16:4 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ഞാൻ പിതാവിൻ്റെ അടുത്തുനിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്നും പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായിരുന്നത് കൊണ്ട് നിങ്ങളും സാക്ഷി നൽകും. നിങ്ങൾക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്നും പുറത്താക്കും. നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു. അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും. അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങൾ ആരംഭത്തിലെ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വളരെ മനോഹരകരമായ ഒരു സുവിശേഷ ഭാഗമാണ് നമുക്ക് ഇന്ന് സഭ തന്നിരിക്കുന്നത്. ഇവിടെ ഈശോ നിത്യസഹായകനായ, എപ്പോഴും നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുകയാണ്. നമുക്കറിയാം, നമുക്ക് ഒരു സഹായം ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് നമ്മൾ പ്രതിസന്ധികളിലൂടെ, അസ്വസ്ഥതകളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ള ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ചില സൗഹൃദങ്ങളെ പോലും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരുടെ സൗഹൃദങ്ങൾ നല്ലതായിരുന്നോ, ഇവരുടെ ബന്ധങ്ങൾ നല്ലതായിരുന്നോ എന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അത്ര കണ്ട് വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന ജീവിതാനുഭവങ്ങളിൽ നമ്മളെ സഹായിക്കാനായി നീട്ടപ്പെട്ട ഹസ്തങ്ങൾ, അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ സ്നേഹിതരെന്ന്. ഉടനെ പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്, പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അച്ഛാ, ഞങ്ങളുടെ ബന്ധങ്ങളെക്കാളും ഞങ്ങളെ മനസ്സിലാക്കുകയും സഹായം ചെയ്തിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. അതായത് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ടായിരുന്നായിരിക്കാം, തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ, ഒരു പ്രത്യേക ജീവിതത്തിൻ്റെ ദുരനുഭവത്തിലൂടെ, തകർച്ചകളിലൂടെ, വേദനകളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടി വന്നപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളല്ല പലപ്പോഴും ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത്, മറിച്ച് ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. അതായത് ഞങ്ങളെ അറിയുന്ന, ഞങ്ങളെ മനസ്സിലാക്കുന്ന ചില സുഹൃത്തുക്കൾ അവരുടെ സഹായഹസ്തം കൃത്യസമയത്ത് നീട്ടിയിട്ടുണ്ട് എന്നും അവർ യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളാണെന്ന് ഞങ്ങൾ ആ സമയത്ത് മനസ്സിലാക്കിയെന്നും പറഞ്ഞിട്ടുള്ളവരുണ്ട്. ഇവിടെ ഈശോ പറയുകയാണ്, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, തകർക്കപ്പെടും, നിങ്ങൾ വല്ലാത്ത അസ്വസ്ഥതകളിലൂടെ, നടുവിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. അങ്ങനെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ തരികയാണ്. ഇതറിഞ്ഞിരിക്കാൻ വേണ്ടി ഈശോ പറയും. ഞാൻ നേരത്തെ പറയാതിരുന്നു, കാരണം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും സഹായകനായി കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് നേരത്തെ പറയാം. പക്ഷേ ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ കടന്നു പോകേണ്ട അനുഭവങ്ങൾ, അത് സങ്കല്പിക്കാൻ പറ്റുന്നതിനുപരിയായ പീഡനങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും തിക്താനുഭവങ്ങളിലൂടെയും എല്ലാം നിങ്ങൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കൊരു സഹായകൻ ആവശ്യമാണ്, നിങ്ങൾക്കൊരു ഹെൽപ്പറെ ആവശ്യമാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾക്കൊരു സഹായകനെ തരുന്നു, പരിശുദ്ധാത്മാവ്, നിത്യ സഹായകൻ. ഈ പരിശുദ്ധാത്മാവ് എന്നെ വാഗ്ദാനം ചെയ്തിട്ട് ഈശോ പറഞ്ഞൊരു കാര്യമാണ്, ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃത്യമായി, പരിശുദ്ധാത്മാവ് എന്നെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തും എന്ന് പറഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം ചെയ്ത എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. അപ്പോൾ പരിശുദ്ധാത്മാവാണ് കൃത്യമായി നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത്. പരിശുദ്ധാത്മാവാണ് യേശുക്രിസ്തുവിലൂടെ പൂർത്തിയാക്കിയതെല്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. പരിശുദ്ധാത്മാവാണ് നിത്യരക്ഷയ്ക്ക് വേണ്ടി, ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ നമുക്ക് ശക്തി തരുന്നത്, ഒരു സഹായം തരുന്നത്. അത്ര കണ്ട് ജീവിതത്തിൽ സുവിശേഷവുമായി ബന്ധപ്പെട്ട് ഈശോയോടുള്ള ബന്ധത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളിലും, പ്രതിസന്ധികളിലും, സഹനങ്ങളിലൊക്കെ നമുക്ക് സഹായഹസ്തം നീട്ടുന്ന പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്തു. യേശു പറഞ്ഞ, അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം, അവൻ്റെ പീഡാസഹനം, ഉദ്ധാനം,
യേശു തൻ്റെ ജീവിതത്തിൽ പഠിപ്പിച്ചത്, നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ എല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരും. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ, ഒരു വ്യക്തിപരമായ ദൈവാനുഭവത്തിലേക്ക് ഒരു ദൈവ പൈതലിനെ, അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായ രക്ഷയുടെ അനുഭവത്തിലേക്ക്, യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു ദൈവ പൈതലിനെ കൈപിടിച്ച് നടത്തുകയും സഹായിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. ഉടനെ നമ്മൾ നിരന്തരം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഒരുവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് ഒരുവനിൽ അനോയിൻറ്റഡ് അഭിഷേകമായിട്ട് നിലനിൽക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിരന്തരം നമുക്ക് സഹായഹസ്തം നീട്ടും. എപ്പോൾ? എല്ലാ സഹനത്തിൻ്റെ, തകർക്കപ്പെടുന്ന, അസ്വസ്ഥപ്പെടുന്ന എല്ലാ അനുഭവങ്ങളിലും പരിശുദ്ധാത്മാവ് സഹായിക്കാനുണ്ട്. നമ്മളിപ്പോൾ ഭൗതിക ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, കുറച്ച് കടബാധ്യത ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ അറിയാവുന്ന, കടം ചോദിച്ചാൽ കിട്ടാവുന്ന അടുത്തേക്ക് പോകും, കൈനീട്ടും. അവർ നമ്മെ സഹായിക്കുകയും ചെയ്തെന്നിരിക്കാം, ചിലപ്പോൾ സഹായിക്കണം നിർബന്ധമില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ കടന്നു പോകുന്ന, നമ്മുടെ നിത്യജീവനുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന, നമ്മുടെ വിശുദ്ധ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളിലും നമ്മെ സഹായിക്കാൻ സഹായകനായി ഈശോ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ, നിരന്തരമായി പാപത്തിലേക്ക് വീണു പോകുമ്പോൾ, നിരന്തരമായ അസ്വസ്ഥതകളിൽ, ആത്മീയ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിയാൽ നിത്യരക്ഷയിലേക്ക്, യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട രക്ഷയുടെ അനുഭവം വ്യക്തിപരമായി എനിക്ക് അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കും. അതാ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. വ്യക്തിപരമായി കുരിശിൽ ഈശോ എനിക്ക് വേണ്ടി മരിച്ചു. ഇതാണ് ഞാൻ പറയുന്നത്, വ്യക്തിപരമായി എന്ന് പറയുന്നത്. ഈശോ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചു. ഈശോ കുരിശിൽ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഈശോ എനിക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തു. യേശു എന്നെ നിത്യജീവിതത്തിനായി, സ്വർഗത്തിനായി അവൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ സംരക്ഷിച്ചു എന്നുള്ള നിത്യസത്യങ്ങൾ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരുത്തും. അത് പരിശുദ്ധാത്മാവിലായിരിക്കുന്ന ജീവിതങ്ങളാണ് ഒരു വ്യക്തിപരമായ ക്രിസ്താനുഭവത്തിലായിരിക്കുന്നവർ. അവർക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ല. കാരണം എന്താ? അവർ നിരന്തരം ക്രിസ്തു സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ നിരന്തരം സുവിശേഷത്തിൻ്റെ അനുഭവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർ നിരന്തരം പരിശുദ്ധാത്മാവിൻ്റെ സഹായം ലഭിക്കുകയും അങ്ങനെ ആത്മീയ ജീവിതയാത്രകളിൽ അപകടങ്ങളിലും അസ്വസ്ഥതകളിലും ഒക്കെ വീണുപോകാൻ സാധ്യതയുള്ള അനുഭവങ്ങളിൽ, അല്ലെങ്കിൽ വിശ്വാസം ക്ഷയിക്കാൻ, പ്രത്യാശ നഷ്ടപ്പെടാൻ, സ്നേഹം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അനുഭവങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് അവരെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും, വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ധൈര്യപ്പെട്ട, ബലപ്പെട്ട ഒരാത്മാവ് തൻ്റെ വഴികൾ സുഗമമായി, നിത്യജീവിതത്തിലേക്കുള്ള, നിത്യരക്ഷയ്ക്കുള്ള വഴികൾ കൃത്യമായും സുഗമമായും മനസ്സിലാക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. വ്യക്തിപരമായ ഒരു ദൈവാനുഭവം ആരൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, വ്യക്തിപരമായൊരു ക്രിസ്താനുഭവത്തിൽ ആരൊക്കെ ജീവിക്കാനും സഞ്ചരിക്കാനും ആഗ്രഹിക്കുന്നുണ്ടോ, അവരൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടിയാൽ മതി. പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കാൻ പോലും പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നല്ലേ റോമ 8:26 എഴുതി വെച്ചിരിക്കുന്നത്. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, പരിശുദ്ധാത്മാവാണ് പ്രാർത്ഥിക്കാൻ പോലും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിത്യസഹായകനാണ്, നമ്മുടെ ആത്മരക്ഷയുടെ, നിത്യജീവൻ്റെ വഴികളിൽ നിത്യസഹായകനായി പരിശുദ്ധാത്മാവിനെ ഈശോ തന്നിട്ടുണ്ട്. വ്യക്തിപരമായ ക്രിസ്താനുഭവത്തിനും തകർച്ചകളിലും വേദനകളിലും പീഡനങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്തായി, ബലമായി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ആത്മാവിനെ നിരന്തരം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ എപ്പോഴും ജ്വലിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ മാത്രമേ ഈ വ്യക്തിപരമായ ദൈവാനുഭവത്തിൽ എപ്പോഴും സഞ്ചരിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിരന്തരം ഈശോയ്ക്ക് സാക്ഷിയായി ജീവിക്കാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.